അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഞാൻ 1.5 മാസം 2 മാസമായി ഒരു വീഡിയോ ഇട്ടിട്ട് എനിക്കിവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട്. എന്തിനാ ഇപ്പം ഇത് പറയുന്നത് എനിക്കറിയില്ല. അത് ഞാൻ കുത്തിപ്പിടിച്ചിട്ട് അതെങ്ങനെയായി. ആ അപ്പം എന്തിനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ലാസ്റ്റ് ഇട്ട എൻ്റെ ദുബായ് സ്റ്റോറി, എങ്ങനെയാണ് ഞാൻ ദുബായിൽ വന്നതെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻസോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എങ്ങനെയാണ് ഇൻ്റർവ്യൂ കിട്ടിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തു. അപ്പം കുറേ പേര് വീഡിയോ ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ ഇടാൻ എപ്പോഴും സമയം കിട്ടത്തില്ല. കാരണം ജോബ് 9 to 6 ആണ്. അപ്പം ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിൽ എത്തിയിട്ട് റൂമിലെ കാര്യങ്ങൾ, അപ്പം അതെല്ലാത്തിന് ശേഷം എനിക്ക് എപ്പോഴും ടൈം കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് സൺഡേ ആണ്, ഇന്നലെയും എനിക്ക് ഓഫായിരുന്നു. ഇന്ന് ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആണ്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ റിപ്ലൈ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ എത്ര യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നിങ്ങളുടെ കമൻറ്റ്സിന് ഞാൻ റിപ്ലൈ തരാം. അറിയാത്ത കാര്യമാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഓക്കെ, ഇപ്പോൾ ഇവിടെ വിൻ്ററായിട്ട് ജലദോഷമാണ്. അങ്ങനെ ഓക്കെ, ശരി. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് പറയാം. ഒരു കമൻറ്റ്, ഐ ആം MSc ഫിസിക്സ് ഗ്രാജുവേറ്റഡ്, എനിക്ക് അവിടെ ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? MSc ഫിസിക്സ്, ഞാൻ ഒരു BCom ഗ്രാജുവേറ്റ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് MSc ഫിസിക്സിനെ പറ്റിയിട്ട് അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ജോബ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജോബ് പോർട്ടൽ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടെ ലിങ്ക്ഡിൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്, അങ്ങനെ കുറേ ജോബ് പോർട്ടൽസ് ഉണ്ട്. ആ ജോബ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾ പഠിച്ച കോഴ്സ് റിലേറ്റഡ് വരുന്ന ജോബ് എന്താണെന്നുള്ളത് സെർച്ച് ചെയ്യണം. ജോബിൻ്റെ ആ ഒരു ഹെഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് സജഷൻസ്, എവിടേക്കാണ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എവിടേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് വരും. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ പറ്റും. ഇപ്പോൾ അക്കൗണ്ടൻ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്തോരം എന്തോരം ഓപ്പണിങ്സ് ഉണ്ടെന്നുള്ളത് നമുക്കൊരു ലിങ്ക്ഡിൻ കയറിയിട്ട് അക്കൗണ്ടൻ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇടുന്ന സമയത്ത് ഒരുപാട് വേക്കൻസീസ് വരും. അപ്പം ദാറ്റ് മീൻസ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഒരു അക്കൗണ്ടൻറ്റിന്. അതേപോലെ തന്നെ ഇപ്പം ഒരു ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ ലാബ് ടെക്നീഷ്യൻ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇൻഡീഡിലോ ലിങ്ക്ഡിനിലോ കയറിയിട്ട് ലാബ് ടെക്നീഷ്യൻ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് വരിക. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഓക്കെ, ആ ഒരു കാര്യത്തിന് ഇവിടെ ഇത്രയാണ് മാർക്കറ്റ് ഉണ്ട്, ആ ഒരു ജോബിന് മാർക്കറ്റ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പം MSc ഫിസിക്സ് പഠിച്ച ആൾക്ക് എന്ത് ജോബാണ് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ ജോബിൻ്റെ ഹെഡ് എന്താണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനത്തെ ജോബാണ് നോക്കുന്നതെന്നുള്ളത് ഇങ്ങനെ ഒരു ജോബ് പോർട്ടലിലേക്ക് കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പണിങ്സ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്തോരം ഓപ്പണിങ്സ് ഉണ്ട്, നമുക്ക് എന്തോരം പോസിബിലിറ്റി ഉണ്ട് ജോബ് കിട്ടാനുള്ളതെന്നുള്ളത്. പിന്നെ ക്യാൻ യു പ്ലീസ് മെൻഷൻ ദ സാലറി ഓഫ് ആൻ അക്കൗണ്ടൻറ്റ് ഹാവിങ് 3 years ഓഫ് UAE വർക്ക് എക്സ്പീരിയൻസ്. 3 years UAE വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് എത്ര സാലറി കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. സാലറി എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കും. ഇപ്പം ഒരു കമ്പനിക്ക് ഇന്ന പൊസിഷനിലുള്ള ആൾക്ക് അവർ ഇത്ര സാലറി കൊടുക്കുമെന്നുണ്ടാവും. പിന്നെ ബേസ്ഡ് ഓൺ ദ സ്കിൽസ്, ബേസ്ഡ് ഓൺ ദ പൊസിഷൻ, അങ്ങനെയൊക്കെയാണ് സാലറി എപ്പോഴും വരുന്നത്. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിനും ഒരു സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ പോസ്റ്റിലും കിട്ടുന്നത് രണ്ടും ഡിഫറെൻറ്റ് സാലറി ആയിരിക്കും. ഒരു നോർമൽ അക്കൗണ്ടൻറ്റിന് കൊടുക്കുന്ന സാലറി അല്ല ഒരു സീനിയർ അക്കൗണ്ടൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പോസ്റ്റ്, കമ്പനി, എടുക്കുന്ന ആളുടെ പ്രൊഫൈല്, സ്കിൽസ്, അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു അപ്രോക്സിമേറ്റ് എൻ്റെ തോന്നലാണ്. ഇനി ഇതിനകത്ത് ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്നോട് ആരും ഒന്നും പറയരുത്. എനിക്ക് തോന്നുന്നത് ഒരു 3 year അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ഉള്ള 3 year UAE എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് എങ്ങനെ പോയാലും ഒരു 4K+ സാലറി കിട്ടണമെന്നാണ് എൻ്റെ ഒരു അസംഷൻ. ചിലപ്പം ശരിയാവാതിരിക്കുക. എന്തായാലും 4K+ എന്തായാലും കിട്ടണം. 3 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് 4,000 അല്ലെങ്കിൽ 5,000 എന്തായാലും കിട്ടും. പിന്നെ നിങ്ങൾ പെർഫോം നോക്കുന്ന കമ്പനി ഡിപ്പെൻഡ് ചെയ്തും, അതേപോലെ നിങ്ങളുടെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്തും, നിങ്ങളുടെ സ്കില്ല് ഡിപ്പെൻഡ് ചെയ്തും ഇരിക്കും ബാക്കിയുള്ള സാലറിയൊക്കെ. ഇപ്പം
ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു പോസ്റ്റിലേക്ക് നമ്മളുടെ ഓഫീസിലേക്ക് ഒരു പോസ്റ്റിലേക്ക് വേക്കൻസി ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലറി നമ്മൾ പറയും നമ്മളുടെ ഈ പോസ്റ്റിലേക്ക് ഇത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യും ഞങ്ങൾക്ക് ഇത്ര വേണം, നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി അവർ ചിലപ്പോൾ കൂടുതലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഓക്കെ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാലറി കൊടുക്കാനെന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പം വിചാരിച്ച ഒരു സാലറിക്കാട്ടി കൂടുതൽ ചിലവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഒരു ഭയങ്കര മാറ്ററാണ് സാലറിയിൽ. അപ്പം അതാണ് 3 years സാലറി ഉള്ള ആൾക്ക് 4,000 to 5,000 ഏറ്റവും കുറഞ്ഞത് കിട്ടണം. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു പെർഫോമൻസും സ്കില്ലും പിന്നെ കമ്പനിയുടെ പോളിസി സാലറി പോളിസി ഉണ്ടാവും, അതൊക്കെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കേട്ടിട്ട് ആരോ മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. പിന്നെ റെഫറൻസ് ത്രൂ ആയിരുന്നു ജോബ് കിട്ടിയത്. ഞാൻ അക്കൗണ്ട്സ് നോക്കുന്നു, പ്ലീസ് റിപ്ലൈ. എനിക്ക് റെഫറൻസ് ത്രൂ അല്ല, ഞാൻ പിന്നെ ഇപ്പോഴത്തെ സെനാരിയോ അല്ല ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ഞാനിവിടെ UAE വന്നത് 4 years മുന്നെയാണ്. 4 years മുന്നേ ഉള്ള സിറ്റുവേഷനും ഇപ്പോൾ ഉള്ള സിറ്റുവേഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. മുന്നേ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു ഡിഫിക്കൽട്ടീസ് ആയിരിക്കത്തില്ല ഇപ്പോൾ ഉള്ള ഡിഫിക്കൽട്ടീസ്. ഇപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് കൂടുതലായിരിക്കും, അന്ന് ചിലപ്പോൾ കുറവായിരുന്നതാണ്. അന്ന് ഞാൻ ആ ഒരു 4 years മുന്നേ ഫേസ് ചെയ്ത കാര്യങ്ങളായിരിക്കത്തില്ല ഇപ്പോൾ ഉള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് റെഫറൻസിലല്ല ജോലി കിട്ടിയത്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് UAE റെഫറൻസിലേ ജോലി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ജോബ് കിട്ടത്തില്ല, ജോബ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ് ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് റെഫറൻസിലല്ല കിട്ടിയത്. എനിക്ക് ജോബ് ഞാൻ ഇൻഡീഡിലായിരുന്നു. ആ സമയത്ത് ലിങ്ക്ഡിനെക്കാട്ടി കൂടുതൽ ഇൻഡീഡായിരുന്നു കുറച്ചും കൂടെ പോപ്പുലർ ഒരു 4 years മുന്നേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻഡീഡിനെക്കാട്ടി കൂടുതൽ ലിങ്ക്ഡിനാണ് കുറച്ചും കൂടെ ജോബിന് പോപ്പുലർ. വടവർ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇൻഡീഡിലായിരുന്നു ഞാൻ ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇൻഡീഡിൽ ഒരു ജോബ് ഓപ്പണിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്പനി. ആ സമയത്ത് ഞാൻ ഇൻഡീഡിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം എനിക്ക് റെഫറൻസിലല്ല കിട്ടിയത്. വെരി മോട്ടിവേറ്റഡ് ഡിയർ, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഐ എം ഓൾസോ ഇൻ UAE. ഞാനും ജോബ് നോക്കുന്നുണ്ട്, അക്കൗണ്ട് തന്നെയാണ് നോക്കുന്നത്. വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഓക്കെ, ഡെഫിനറ്റ്ലി. ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും ലാസ്റ്റ് വീക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്പനിയിലുള്ള ജോബ് വേക്കൻസി. അപ്പം എൻ്റെ കമ്പനിയിൽ എനിക്ക് അറിയാവുന്ന വേക്കൻസീസ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തതിനകത്ത് നിന്ന് തന്നെയാണ് ആ CV റിസീവ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു കുട്ടീനെ ഹയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിഗ്രി BBA HRM ഗ്രാജുവേറ്റഡ് ആണ്. എനിക്ക് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ജോബ് കിട്ടുമോ അതിൽ ആണ് ഗ്രാജുവേറ്റഡ് ആയത്, പ്ലീസ് റിപ്ലൈ. എക്സ്പീരിയൻസ് ഇപ്പം നമ്മൾ ഒരു CV നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നാട്ടിലെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മച്ച് മോർ ബെറ്റർ ആണ് ഒരു ജോലി കിട്ടാൻ വേണ്ടി. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു CV കണ്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്. അപ്പം ആ CV ഭയങ്കര പ്ലെയിൻ ആണ്. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഇൻറ്റേൺഷിപ്പ് ഇവിടെ ഒരു 3 months ചെയ്ത് അല്ലെങ്കിൽ 2 months ചെയ്തെന്ന് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് എങ്കിലും ചെയ്തിട്ടുണ്ടെന്നുള്ളത് വെച്ചിട്ട് അവിടെ എന്താ ചെയ്തതെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെയും കിട്ടും. ഒരു പക്കാ empty ആയിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഇല്ലാത്തൊരു CV എപ്പോഴും റിജക്ഷനിലേക്ക് പോകത്തുള്ളൂ. അപ്പം ബെറ്റർ ഇവിടെ ജോബ് നോക്കാൻ വരുന്ന ആരാണെങ്കിലും ഞാൻ എല്ലാവരോടും പറയാറ് കുറച്ച് നാൾ നാട്ടിൽ വർക്ക് ചെയ്യുക. ഒരു 6 months എങ്കിൽ 6 months അല്ലെങ്കിൽ 1 year എങ്കിൽ 1 year അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്യുക. പക്ഷേ ഞാൻ 4 years മുന്നേ വന്നപ്പം എനിക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതാണ് വന്നത്. പക്ഷേ അത് അങ്ങനെ എല്ലാവരും ചെയ്താൽ എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. കാരണം ഇവിടെ എന്ന് പറയുന്നത് UAE എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഇത്രയും മൾട്ടിനാഷണൽ കമ്പനീസും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു MD CV അല്ലെങ്കിൽ ഒരു MT വർക്ക് എക്സ്പീരിയൻസ് ഉള്ള CV ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു റിജക്ഷനിലേക്കേ പോകത്തുള്ളൂ. പിന്നെ ഫ്രഷേഴ്സിനെ എടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഒരുപാട് ഹയറിങ്സ് ഫ്രഷേഴ്സിന് നടക്കാറുണ്ട്. അപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് വെച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ട്രെയിനിങ് എടുത്തതോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചാൽ എപ്പോഴും ആ CV നോക്കുന്ന ആൾക്കാർക്ക് അത് ഒരു പിക്കപ്പ് ചെയ്യാൻ തോന്നും. അപ്പം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ജോലി കിട്ടും, എക്സ്പീരിയൻസ് വേണമെന്നില്ല. ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യാറുണ്ട്. പക്ഷേ ആ CVക്കകത്ത് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് നല്ലതായിരിക്കും.
ഹൗ ഡിഡ് യു മാനേജ് ടു ഫൈൻഡ് അക്കോമഡേഷൻ ഇൻ ദുബായ്? ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് ഇറ്റ്? ഞാൻ വന്നപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ നിന്നത് ഡെയറയിലായിരുന്നു. ഒരു ബെഡ് സ്പേസിലായിരുന്നു. ഞാൻ അക്കോമഡേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഡുബിസലിൽ കൂടെ ആയിരുന്നു. കാരണം ഞാൻ അതിന് 6 months മുന്നേ കോവിഡ് ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് എൻ്റെ തിരിച്ചു പോയത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെയാണ്. അതിന് മുന്നേ ഞാൻ ഇവിടെ നിന്നപ്പോഴാണെങ്കിലും എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ത്രൂ ആയിരുന്നു എനിക്ക് ഞാൻ അക്കോമഡേഷൻ സെറ്റ് ആക്കിയത്. അപ്പോൾ അതും ഒരു ബെഡ് സ്പേസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ രണ്ടാമത് വന്നപ്പോൾ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തായിരുന്നു, എൻ്റെ കസിൻ ബ്രദർ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തായിരുന്നു ഞാൻ അക്കോമഡേഷൻ എടുത്തത്. അപ്പം അതും ഡുബിസലിൽ. പിന്നെ ഞാൻ വന്ന സമയത്ത് ഏതോ ഫ്രണ്ട്സ് എന്തോ റെഫർ ചെയ്തിട്ടുള്ള ഒരു ബെഡ് സ്പേസും ആയിരുന്നു. അപ്പം ബെറ്റർ നമുക്കിപ്പോൾ ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട എനിക്ക് തോന്നുന്നു ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇവിടെ നമുക്ക് ഡുബിസെൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയിട്ട് ബെഡ് സ്പേസ്, നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് സ്റ്റേ ചെയ്യേണ്ടത്, ആ സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് വരുന്ന അഡ്വാൻസ് നാട്ടിൽ നിന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ റൂം ബുക്ക് ചെയ്തിടും. അപ്പോൾ അക്കോമഡേഷൻ ഇവിടെ കണ്ടുപിടിക്കുന്ന അത്ര വലിയ കാര്യമുള്ള പണിയല്ല. പക്ഷെ എപ്പോഴും നല്ലൊരു ലൊക്കേഷനിൽ ചൂസ് ചെയ്യാൻ നോക്കുക അക്കോമഡേഷൻ. കുറച്ച് നമുക്ക് ഈസി ആക്സസും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ നല്ല എല്ലാ രീതിയിലും നല്ലൊരു ആംബിയൻസ് ഉള്ളടുത്ത് അക്കോമഡേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലൊന്നും സർവൈവ് ചെയ്യേണ്ടി വരത്തില്ല. ഇപ്പോൾ ഉള്ളിലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല അവിടുത്തെ ആ അക്കോമഡേഷൻ്റെ ജെന്യൂനിറ്റി എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പം എപ്പോഴും കുറച്ച് ഇപ്പം ഫോർ എക്സാമ്പിൾ കരാമ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ കുറച്ചും കൂടെ അക്കോമഡേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സസിബിലിറ്റിയും കൂടുതലായിരിക്കും. പിന്നെ കൂടുതൽ മലയാളീസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ജെന്യൂൻ ആയിരിക്കും. അങ്ങനെ പറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതെൻ്റെ ഇൻഫർമേഷനാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എപ്പോഴും നോക്കിക്കണ്ട് ചെയ്യുക. ഇപ്പം ഇപ്പോൾ ഡുബിസിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് പോയിട്ട് അത് കാണാൻ ആ അക്കോമഡേഷൻ പോയി ചെക്ക് ചെയ്യാൻ പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വീഡിയോയും ഫോട്ടോസും അയച്ചു തന്നിട്ട് വൺസ് എത്തിക്കഴിഞ്ഞിട്ടേ പൈസ കൊടുക്കത്തുള്ളൂ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെന്താണ്, പ്ലീസ് മേക്ക് വൺ വീഡിയോ ഹൗ ടു ഗെറ്റ് ഈസിലി ഇൻ ദുബായ്, യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ദാറ്റ്. ഹൗ ടു ഗെറ്റ് ജോബ് ഈസിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ജോബ് ഈസിലി കിട്ടത്തില്ല. നമ്മൾ ഇവിടെ ഓക്കെ. അപ്പം ഹൗ ടു ഗെറ്റ് ജോബ് ഈസിലി, അങ്ങനെ ജോബ് ഈസിലി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ആരോടും പറയത്തില്ല. ജോബ് കിട്ടാതെ ഇവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ജോബ് ഈസിലി കിട്ടുക എന്നുള്ളൊരു ഷോർട്ട് കട്ട് എവിടെയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. നമ്മൾ ഇപ്പം നിങ്ങൾ ജോബ് നോക്കുന്നത് ഏത് ഫീൽഡിലേക്കാണോ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കുറേ കമ്പനീസ് നിങ്ങൾ ജോബ് നോക്കാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയ കുറേ കമ്പനീസും അവരുടെ കോൺടാക്ട് നമ്പർ ആണെങ്കിലും മെയിൽ ID ആണെങ്കിലും എല്ലാം സെർച്ച് ചെയ്തെടുത്ത്, ഇതൊക്കെ നമുക്ക് നാട്ടിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്തെടുത്തതിന് ശേഷം അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. വൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ കമ്പനികളിലേക്ക് തന്നെ CVs അയക്കുക. അതുകൂടാതെ നമ്മളുടെ ജോബ് പോർട്ടൽസിലും ലിങ്ക്ഡിൻ ആണെങ്കിലും അങ്ങനെയുള്ള ഇടത്തൊക്കെ ആൾക്കാരെ കണക്ട് ചെയ്ത് അവർക്കൊക്കെ CV അയച്ചു കൊടുക്കുക. പിന്നെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എത്ര പെട്ടെന്ന് ഇപ്പം നമുക്കിപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു ജോബ് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിനകത്ത് കാണാൻ പറ്റും എത്ര പേര് അത് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഒരു പോസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 100 ആപ്ലിക്കേഷനിൽ ഒരാളാവാൻ നോക്കുക. കാരണം ഇപ്പോൾ 1000 ആപ്ലിക്കേഷനിൽ ഒരാളായി കഴിഞ്ഞാൽ നമ്മളെ ചൂസ് ചെയ്യണമെന്നുള്ളതിനകത്ത് നമുക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു 100 ആപ്ലിക്കേഷനകത്ത് ഒരാളാവാൻ പറ്റിക്കഴിഞ്ഞാൽ ദർ ഈസ് പോസിബിലിറ്റീസ്. അപ്പം എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക ജോബ് പോർട്ടൽസിലെല്ലാം. നമുക്കൊരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ജോബ് പോർട്ടൽസിൽ ആക്റ്റീവായിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോബ് ഹയറിങ്ങിൻ്റെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ CV ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ
മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക. കുറച്ച് സ്മാർട്ടായിട്ട് പെർഫോം ചെയ്യുക. ഇപ്പം ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മൾ ഭയങ്കര ഷൈ ആയിട്ട്, നമ്മൾ ഭയങ്കര ഇനാക്റ്റീവായിട്ട് ആ ഒരു ഇൻ്റർവ്യൂ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെപ്പറ്റി കിട്ടുന്നത് ഇപ്പോൾ ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ട് നല്ല എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ചിലപ്പം ഈവൻ നമുക്കതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മളോടുള്ളൊരു ഇമ്പ്രഷൻ കിട്ടും, ആൾ സ്മാർട്ടാണ്, കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പം ഇൻ്റർവ്യൂവിന് എപ്പോഴും പോയിട്ട് ഒന്നും അറിയത്തില്ല എനിക്ക് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെയും പറയാം. ഇൻ്റർവ്യൂവിന് നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സ്മാർട്ട് ആൻഡ് പ്ലസൻറ്റ് ആൻഡ് പോസിറ്റീവായിട്ട് സംസാരിക്കുക. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഈവൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഇപ്പം എനിക്കാണെങ്കിലും പല ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ സ്മാർട്ടായിട്ട് ഡീൽ ചെയ്യും അതിലിരിക്കുന്നതാണ് അവർക്ക് നമ്മളെക്കുറിച്ച് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കിതിനെ പറ്റിയൊന്നും വലിയ കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള നോളജൊന്നും ഇല്ല. പിന്നെ എനിക്കറിയാവുന്ന ഇൻഫർമേഷനാണ്. ഞാൻ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്മാർട്ട് അല്ലെങ്കിൽ എനിക്കിതിനെ പറ്റി എല്ലാം അറിയാം അങ്ങനെയൊന്നും അല്ല. സ്റ്റിൽ ഐ ആം എ ലേണർ. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യന് എനിക്ക് എന്താണോ പറയാൻ പറ്റുന്നത്, എനിക്ക് എങ്ങനെയാണോ ഒരു റിപ്ലൈ തരാൻ പറ്റുന്നത്, എൻ്റെ ഒരു ഇൻഫർമേഷൻ എന്താണോ അതാണ് ഞാൻ തരുന്നത്. പിന്നെന്തായിരുന്നു, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പറയുമോ? ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അങ്ങനെ എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ ഇൻ്റർവ്യൂസും ഡിപ്പെൻഡ് അല്ലേ. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ഇൻ്റർവ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ഒരു അഡ്മിൻ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. ഒരു ഓപ്പറേഷൻ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ബേസിക്കായിട്ട് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇത്രയും നല്ല സ്മാർട്ട് ആൻഡ് പ്ലസൻ്റ് ആയിട്ട് ഷോർട്ടായിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ? അത് ഭയങ്കര നല്ലതായിരിക്കും. കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഷോർട്ട് ആൻഡ് പ്രസൻറ്റബിൾ ആയിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആരാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത് അതായിരിക്കും. അപ്പം അത് വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കൊരു ഇമ്പ്രഷൻ കിട്ടും. ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കൊരു ഇമ്പ്രഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അങ്ങനെ ഓരോ ഫീൽഡിനും ഡിഫറെൻ്റ്. അപ്പം പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്നത് സാലറി എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. പിന്നെ അല്ലാതെ വേറെ അങ്ങനെ എനിക്ക് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അത് മിസ്സാക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇങ്ങനെ ക്വസ്റ്റ്യനായിട്ട് വന്നത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് വിസയുടെ കാര്യം. ഇപ്പം ഞാൻ വന്നത് 4 years മുന്നേ വിസിറ്റ് വിസ ആ സമയത്ത് ഇവിടെ അലൗഡ് ആയിരുന്നു. നമുക്ക് 3 months വിസ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് വിസയ്ക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ജോബ് സെർച്ചേഴ്സ് വിസ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു ഒന്ന് തിരക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇടാം. അങ്ങനെ ഒരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇനി വരുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് വരിക. മാക്സിമം ഇപ്പം 2 months എന്തോ വിസയുള്ളൂ. അപ്പം ആ ഒരു 2 monthsനുള്ളിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നാട്ടിൽ നിന്ന് ഒരു 3 months എടുത്ത് പ്രിപ്പയർ ആയിട്ട് നിങ്ങളൊരു 2 months ഇവിടെ വരിക. അല്ലാതെ വന്ന് ജോബ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നത് കുറേ പോസിബിലിറ്റീസ് കുറവാണ്. ഇപ്പം നമ്മളുടെ തന്നെ പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ജോബ് കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ട് 6 months വരെ നിന്നിട്ട്. കാരണം ഇപ്പോൾ എന്തോ 2 months കഴിഞ്ഞാൽ പിന്നെ 1 month കൂടെ എന്തോ റിന്യൂ ചെയ്യാം. പിന്നെ ഔട്ട് ഓഫ് കൺട്രി പോയാലും 1 month ഇപ്പോൾ നാട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 30 days അവിടെ നിന്നതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും വിസിറ്റ് വിസ കിട്ടത്തുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ കുറേ റൂൾസ് വന്നിട്ടുണ്ട്. വിസയിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് തിരക്കിയിട്ട് തന്നെ വരിക. ഇപ്പോൾ ജോബ് സെർച്ചേഴ്സ് വിസ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ടെങ്കിൽ മാക്സിമം അത് എടുക്കുക. കാരണം നിങ്ങളിപ്പോൾ ഒരു വിസിറ്റ് വിസ നോർമൽ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോബ് സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെക്കിങ്ങിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫൈൻ കിട്ടും. കാരണം അങ്ങനെ ഒരു ജോബ് സെർച്ചേഴ്സ് വിസ എന്ന് പറയുന്നതാണ് ഇപ്പം ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിസയിൽ വരാൻ ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു വിസ ഇപ്പോൾ എത്രയാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് എനിക്കറിയത്തില്ല. അതിനൊരു വാലിഡിറ്റി 2 months ആണ്, അല്ലെങ്കിൽ 3 months ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 months നാട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു 90 days 3 months അല്ലെങ്കിൽ 2 months 60 days അല്ലെങ്കിൽ 90 days എന്ന് പറയുന്നത് അത്രയും നിങ്ങൾക്ക് വാല്യുബിൾ, നിങ്ങളുടെ ലൈഫിൽ വാല്യുബിൾ ആയിട്ടുള്ള ആൻഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം ഇവിടെ ഒരു ദിവസം നിൽക്കുന്നതിന് തന്നെ ഇപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് 1000 dirham വരുമെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ലിവിങ് കോസ്റ്റ് ആൻഡ് അക്കോമഡേഷൻ ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ഒരു 1000 വരുമെന്നുണ്ടെങ്കിൽ പെർ ഡേ അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാവും? അത് നിങ്ങൾ നാട്ടിലെ പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം നിങ്ങൾ അത്രയും പൈസ കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ നിങ്ങളുടെ ഓരോ ദിവസത്തിനും അത്രയും വിലയുണ്ട്. അപ്പോൾ അതിന് ഉള്ള രീതിയിൽ നല്ല രീതിയിൽ നാട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ ഈസി മെത്തേഡൊന്നും ഇല്ല ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം.
അണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്യാനും റെഫർ ചെയ്യാനോ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഫോർ യുവർ സെൽഫ്. അല്ലാതെ നമുക്ക് ഇവിടെ വന്നാൽ മതി എങ്കിൽ ജോലി കിട്ടും എന്നുള്ള അതൊക്കെ ഭയങ്കര റോങ് ഇൻഫർമേഷൻസ് ആണ്. ഇവിടെ വന്നാൽ ആർക്കും ജോലി കിട്ടും എന്നുള്ള ഒരുപാട് പേര് ജോലി കിട്ടാതുണ്ട്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് ഞാൻ റിപ്ലൈ തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇന്ന് സൺഡേ ആണ്. അപ്പം ഇനി എൻ്റെ ബാക്കി സൺഡേ പരിപാടീസിലേക്ക് പോകണം. രാവിലെ എണീറ്റപ്പോൾ തന്നെ വെച്ച് ഈ വീഡിയോ ചെയ്യാം. ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മൂഡായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഓക്കെ, ബൈ ബൈ, സീ യു.